വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. റമദാനായിട്ട് ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു പിസ്സ ഫ്ലേവേർഡ് ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ബേക്ക് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടെടുക്കാം. ഇനി ഓണില്ലാത്തവരൊന്നും വിഷമിക്കേണ്ട, അവർക്ക് ഞാൻ ഫ്രൈ ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടെ ഇതിൽ പറയുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബണ്ണിൻ്റെ റെസിപ്പിയാണ്. സ്നാക്കായിട്ടൊക്കെ നിങ്ങൾക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഡോ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. 1/2 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റോ ഏത് ഈസ്റ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളം. ഒരുപാട് ചൂടുണ്ടാവരുത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഈസ്റ്റൊക്കെ നന്നായിട്ട് പുളിച്ചിട്ട് പൊങ്ങി വരട്ടെ. ശരിക്കും പറഞ്ഞാൽ പൊടി പോലെ വരുന്ന ഈ ഒരു ഈസ്റ്റ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഫ്ലോറിലേക്ക് തന്നെ ആഡ് ചെയ്യാം. പക്ഷേ എല്ലാവരുടെ കയ്യിലും ഇതുണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് തന്നെ കാണിക്കുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈസ്റ്റൊക്കെ നന്നായിട്ട് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. 250 ml കപ്പിലാണ് മെഷർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. സാധാ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 1 ടേബിൾ സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ വെജിറ്റബിൾ ഗീ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെജിറ്റബിൾ ഗീ ആണ്. ഡാൽഡ പോലെയൊക്കെയുള്ള വനസ്പതി ഗീ തന്നെയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കണം. കുഴയ്ക്കാനായിട്ട് ഞാനും ഇളം ചൂടുള്ള വെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് വേണം കുഴയ്ക്കാനായിട്ട്. ആദ്യം നമ്മൾ ഒരു 1/4 കപ്പ് വെള്ളത്തിലാണ് ഈസ്റ്റ് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പ്ലസ് 1 ടേബിൾ സ്പൂണ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ എടുക്കുന്ന മാവിൻ്റെ ഡിഫറൻസിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലും ഡിഫറൻസ് വരും. ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പും 1 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മാവ് നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഒരു കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റാം. കുറച്ച് മൈദ തൂവിയിട്ട് കൈയിൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ട് അമർത്തി കുഴച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് അമർത്തി റോൾ ചെയ്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോഴേ ശരിക്കും നമ്മുടെ മാവ് ഈ ഒരു ബണ്ണ് ഉണ്ടാക്കാനുള്ള പാകത്തിൽ നമുക്ക് കിട്ടുള്ളൂ. ഏറ്റവും കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും കുഴയ്ക്കണം. എന്നിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള മാവാക്കിയിട്ട് എടുക്കണം. അപ്പോഴേ നമ്മളുടെ ബണ്ണും നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് കുഴച്ചിട്ട് ഇതുപോലത്തെ ഒരു സ്മൂത്ത് ബൗളാക്കിയിട്ട് എടുക്കുക. മാക്സിമം നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈ കുഴയ്ക്കൽ തന്നെയാണ് ഇതിൻ്റെ മെയിൻ. അപ്പം തന്നെ നിങ്ങളെ ബണ്ണ് നന്നായിട്ട് വരും. ഇനി ഞാനിത് നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് എടുക്കുന്നുണ്ട്. ഈ ഉരുട്ടിയെടുത്തിട്ടുള്ള മാവ് നമുക്കൊന്ന് റൈസ് ആവാൻ വേണ്ടിയിട്ട് വെക്കണം. ഞാനൊരു ബൗളിൻ്റെ അകത്ത് കുറച്ചൊന്ന് ഓയിൽ തടവുന്നുണ്ട്. മാവ് ഇതിനകത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അതിനുശേഷം നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുള്ള മാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ മാവ് ഡ്രൈ ആയിപ്പോവും. അതിനുശേഷം ഒരു ക്ലിങ് ഫിലിം കൊണ്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു നനഞ്ഞ തുണി കൊണ്ടോ നമുക്കിതൊന്ന് മൂടിയിട്ട് ഏതെങ്കിലും ചൂടുള്ളൊരു ഭാഗത്ത് 1 അവർ മാറ്റി വയ്ക്കണം. ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഫില്ലിങ് ചെയ്യാം. ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഞാൻ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കന് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ പീസായി കട്ട് ചെയ്ത ചിക്കനാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല ഇത്രയും ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത ചിക്കനാണ്. ചിക്കൻ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ചധികം സവാള കഷ്ണങ്ങളാക്കി നുറുക്കിയതും 2-3 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ക്യാപ്സിക്കം നുറുക്കിയതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് നന്നായിട്ട് വഴറ്റണം എന്നൊന്നുമില്ല. നല്ല ആ പച്ച ചുവ മാറുന്ന വരെ ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി. അതിലേക്ക് നമുക്ക് 1 കപ്പ് പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചീസ് ചേർത്ത് കൊടുക്കാം. ചെഡാർ ചീസോ മൊസറില്ല ചീസോ നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പം ചെഡാർ ചീസാണ് ഇട്ടിട്ടുള്ളത്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണം. ആ ഒരു ചൂടിൽ കിടന്ന് തന്നെ ഈ ഒരു ചീസ് മെൽറ്റ് ആയിക്കോളും. പിസ്സ സോസ് കയ്യിലില്ലാത്തവർക്ക് മുന്നേ ചാനലിൽ ഞാൻ വീട്ടിൽ തന്നെ പിസ്സ സോസ് ഉണ്ടാക്കുന്ന റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് താഴെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ റെസിപ്പി കിട്ടും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ചതച്ച വറ്റൽമുളകാണ്. എരിവ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഫില്ലിങ്ങിൻ്റെ പരിപാടി. അതുപോലെ ഫില്ലിങ്ങിന് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇനിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ അത് 1 അവർ കഴിഞ്ഞപ്പോൾ മാവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡബിളിലും കൂടുതലായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് അമർത്തിയിട്ട് ഇതിനകത്തുള്ള എയർ നമുക്ക് പുറത്ത് കളയാം. ഈ മാവിനെ നമുക്ക് ഇതുപോലെ നീളത്തിൽ ആക്കിയെടുത്തിട്ട് അതിനെ ഈക്വൽ സൈസുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. അപ്പോഴേ നമ്മുടെ ബണ്ണിനൊക്കെ ഈക്വൽ വലിപ്പം ഉണ്ടാവുള്ളൂ.
അതിനുശേഷം ഓരോ പീസായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒരു പൂരിയുടെ വലിപ്പത്തിൽ ഒന്ന് പരത്തിയെടുക്കുക. ഒരുപാട് തിന്നാക്കരുത്, കുറച്ച് കട്ടി തന്നെ വേണം പരത്തിയെടുക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ നല്ല ഭാഗം പുറത്തേക്കാക്കിയിട്ട് അകത്ത് ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാ വശവും കൂടി കൂട്ടി ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഇങ്ങനെ ഉരുട്ടിയിട്ട് ബാക്കി വരുന്ന ഭാഗം നിങ്ങൾക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ബണ്ണ് സീലായിക്കോളും. ഈ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള ബണ്ണ് ഒക്കെ റെഡിയാക്കിയിട്ട് എടുക്കാം. റെഡിയാക്കി എടുത്തിട്ടുള്ള ബണ്ണ് ഞാനിപ്പോൾ ഇതാ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഓവൺ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് മുട്ട പതപ്പിച്ചത് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക, നല്ല ബ്രൗൺ കളർ കിട്ടാനായിട്ടാണ്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് വെളുത്ത എള്ള് കൂടെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 180 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം. ഇനി നിങ്ങളുടെ കയ്യിലിപ്പോൾ ഓവൺ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കാം. നമ്മൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിക്കും ബണ്ണ് പോലെ തന്നെയാണ് ഉണ്ടാവുക. ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടൂരയൊക്കെ ഇല്ലേ, ആ ഒരു ടെക്സ്ചറാണ് ഇതിനുണ്ടാവുക. ഇപ്പോൾ ഇതാ ഞാൻ ഒരെണ്ണം എടുത്ത് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഈ ഫ്രൈ ചെയ്യുന്നതിൻ്റെ മുകളിൽ മുട്ടയോ എള്ളോ ചേർത്തിട്ടില്ല കേട്ടോ. ഫ്രൈ ചെയ്യുമ്പം വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്യണം, അപ്പോഴേ ഉള്ളിലൊക്കെ വേവുള്ളൂ. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെയും ഈ ഒരു സ്നാക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഓവൺ ഇല്ലാത്തവർക്ക് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാം. അതല്ല നിങ്ങൾക്ക് സ്റ്റോവ് ടോപ്പായിട്ട് ബേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള റെസിപ്പീസൊക്കെ ഞാൻ മുന്നേ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റോവ് ടോപ്പിൽ വെച്ച് ബണ്ണുണ്ടാക്കുന്നതും കുക്കറിൽ വെച്ച് ബണ്ണുണ്ടാക്കുന്നതൊക്കെ, അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള റെസിപ്പി കിട്ടും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് അതേ ഒരു മെത്തേഡിൽ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഫില്ലിംഗ് എന്ന് പറയുമ്പോൾ അതൊരു പിസ്സ ഫില്ലിംഗ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റുമാണ്, ഒരുപാട് സ്പൈസി ഒന്നുമല്ല, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ്. ഇപ്പോൾ ഇതാ ഓവണിൽ നിന്ന് നമ്മുടെ ബണ്ണൊക്കെ ബേക്കായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഹാർഡായിട്ടാണ് ഉള്ളത്. ഹാർഡായിട്ട് തന്നെ നിങ്ങൾക്ക് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഹാർഡായിട്ടായിരിക്കും ഫീൽ ചെയ്യുക. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബേക്ക് ചെയ്ത് വന്നതിന് ശേഷം ഇത് ഒരു തുണി ഉപയോഗിച്ചിട്ട് മൂടി വയ്ക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒരു കണ്ടെയ്നറിൽ അടച്ച് വയ്ക്കുക. അവിടുന്ന് ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബണ്ണില്ലേ, ആ ഒരു ടെക്സ്ചറിലേക്ക് ആയിട്ട് വരും. ആ സമയത്ത് നിങ്ങൾക്ക് ഇത് സെർവ് ചെയ്യാം. ഇത് ഇതേപോലെ ഹാർഡായിട്ട് സെർവ് ചെയ്യരുത്. ഇനി ഞാൻ ഫ്രൈ ചെയ്ത ബണ്ണൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇതുപോലെയാണ് ഉണ്ടാവുക. ഉള്ളിൽ കുറച്ചൊരു ഗ്രേവി പോലെയാണ് ഇത് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ബണ്ണ് കഴിക്കുമ്പോൾ നമുക്ക് ഡ്രൈ ആയിട്ട് ഫീൽ ആവില്ല. ഇത് ഞാൻ ബേക്ക് ചെയ്ത് കണ്ടെയ്നറിൽ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ബണ്ണാണ്. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. ഇത് ഞെക്കി കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയ ബണ്ണ് പോലെ തന്നെ ഇതാ കണ്ടോ, താഴ്ന്ന് ഇങ്ങനെ പോയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.